വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പ്രണവിന്റെ മുത്തശ്ശൻ മുമ്പിലേക്ക് വന്ന് വജ്രയുടെയും ബഷീറിന്റെയും കൈകൾ കൂട്ടിപ്പിടിച്ച് നിറഞ്ഞ മനസ്സോടെ ഒന്ന് ചിരിച്ചു. 6ാം വിരലിന്റെ ആരണ്യകാന്ഡം ഇവിടെ തീർന്നിരിക്കണു. ഇനി അവനൊരു ജാതകത്തിന്റെയും ബന്ധനത്തിൽ ഒരുങ്ങില്ല. ഇതെന്റെ പ്രണവിന്റെ പുനർജന്മ. 4 ദിവസങ്ങൾക്കപ്പുറം ഇൻഫെക്ഷനുള്ള സാധ്യതയും മറ്റു ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി ഇല്ലാതെ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് എബിയെയും പ്രണവിനെയും റൂമിലേക്ക് മാറ്റിയത്. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് 5 സ്റ്റാർ ഫെസിലിറ്റി തന്നെയുണ്ട്. ഇരുവരുടെയും നിർബന്ധപ്രകാരം ഒരു റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ മാത്യൂസും പ്രണവിന്റെ അച്ഛനും ഡോക്ടേഴ്സിന്റെ പുറകിൽ നടക്കേണ്ടി വന്നെങ്കിലും മറ്റ് അപകട സാധ്യതകളും ഇരുവരെയും തൃപ്തിപ്പെടുത്തുന്ന ആരോഗ്യാവസ്ഥയും കണക്കിലെടുത്ത് വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി സ്ട്രിക്റ്റായ ഉപാധികളോട് അനുവാദം കിട്ടിയപ്പോൾ എബിയും പ്രണവും പരസ്പരം നോക്കി ചിരിച്ച ശരിയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭംഗിയാർന്ന നിമിഷമെന്ന് വജ്രയ്ക്ക് തോന്നി. വിസിറ്റേഴ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ എബിക്കും പ്രണവിനും കൈകുത്തി സ്വയം എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മെച്ചപ്പെട്ടിരുന്നു. ആ 7 നാളുകളിൽ രണ്ടമ്മമാരുടെയും സാന്നിധ്യത്തിൽ അവരിരുവരും ബാല്യത്തിലേക്ക് തിരികെ എത്തിയെന്ന പോലെ വാശി പിടിച്ചും കൊഞ്ചിയും പരാതി പറഞ്ഞും ശരീരത്തിലെ മുറിവുകളെ പോലും സ്നേഹിച്ചു പോയെന്ന പോലെയായിരുന്നു. എബിയുടെ നെഞ്ചിനകത്ത് കയറിക്കൂടി പ്രണവും പ്രണവിന്റെ ഹൃദയമാണ് എബിയും സൗഹൃദത്തിന്റെ തീവ്രമായ ഭാവം ആസ്വദിച്ചിരുന്ന 7 ദിവസങ്ങൾ. അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഒരു റൂമിലെന്ന തീരുമാനം അവരെടുത്തതും. അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്നേഹം ആവോളം പകർന്ന് മുന്നോട്ട് ജീവിതത്തിൽ പരസ്പരമുള്ള സ്ഥാനം അതിന്റെ എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും സ്നേഹത്തോടെയും മനസ്സിലാക്കി മനസ്സ് സ്വസ്ഥമാക്കാൻ അവർ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു അത്. അനുദിനീയമായ ഇടവേളകളിൽ വജ്രയും ബഷീറും ഓടി അരികിലെത്തും. ചിത്രയെ ചുറ്റിപ്പിടിച്ച് തോളിൽ താടി കുത്തിവെച്ച് തന്നെ ഉറ്റുനോക്കി നിൽക്കാറുള്ള പെണ്ണിനെ കുറുമ്പോട് നോക്കി കവിളിൽ നെല്ലിക്കാവൽപ്പത്തിൽ കുസൃതി ഒതുക്കി വെച്ച് ചിരിക്കുമ്പോൾ ബഷീർ അർത്ഥം വെച്ച് ചുമക്കുന്ന പതിവായി. പ്രണവിന്റെ കൈ ചുറ്റിപ്പിടിച്ച് ഉണ്ടോട്ടി ബഷിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നവളെ എത്ര കണ്ടാലും മതിയാവുന്നില്ലെന്ന പോലെ എബി പിന്നെയും നോക്കിയിരിക്കും. അവന്റെ മനസ്സ് 16ാം വയസ്സിലേക്ക് പാഞ്ഞെത്തി നിൽക്കും. അന്നത്തെ ആ സ്കൂളിലെ വരാന്തകളിലേക്കും മൈതാനത്തേക്കും ക്ലാസ് മുറിയിലേക്കുമൊക്കെ വന്നു നിന്നത് ചന്തത്തിൽ ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിലേക്ക് പുഞ്ചിരിയോടെ ഉറ്റുനോക്കി നിൽക്കും. ആൾക്ക് ഇരുവശവും നിൽക്കാറുള്ള പ്രണവിനെയും ബഷിയെയും ആളിമാരെയെന്ന് മനസ്സിൽ വിളിച്ച് ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയൊതുക്കി മറ്റെങ്ങോട്ടോ അലസമായി മുഖം തിരിച്ച് വീണ്ടും ഇടം കണ്ടിട്ട് ആ പെണ്ണിനെ നോക്കുന്നത് ഓർത്തുപോകും. ചങ്കിൽ തറക്കുന്ന അവളുടെ നോട്ടത്തിൽ നെഞ്ചുവിടച്ച് സർവ്വ നിയന്ത്രണവും തെറ്റി മനസ്സിലവളെ കെട്ടിപ്പിടിച്ച് കവിളിൽ അമർത്തി മുത്തിയിരുന്ന് ത്രസിക്കുന്ന നെഞ്ചോടെ വീണ്ടും വീണ്ടും ഓർമ്മകളിലേക്ക് എത്തും. എബിക്കുട്ട എന്ന് ചിരിയൊതുക്കി നിർത്തി ചിത്ര വിളിക്കുന്ന വിളിയിലാണ് മിക്കവാറും എബി ഞെട്ടിയ ഓർമ്മകളിൽ നിന്നും ഉണർന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റുക. ചമ്മലൊതുക്കുന്ന അവനെയും വജ്രയെയും നോക്കി ബഷീറും പ്രണവും അമ്മമാരും പൊട്ടിച്ചിരിക്കും. ഇനിവരുടെയും പരിഭവം നിറഞ്ഞ കൂർത്ത നോട്ടങ്ങൾ അവരുടെ ചിരി ഒന്നുകൂടി ഉയർത്തുമ്പോഴും പ്രണവിന്റെ നെഞ്ചിനുള്ളിലെ താഴിട്ട് പൂട്ടിയ ഏതോ അറക്കുള്ളിൽ കിടന്ന് പ്രണയം കൊണ്ട് മുറിവേറ്റു പിടഞ്ഞ് ജീവനറ്റുപോയ പഴയ പ്രണവിന്റെ ആത്മാവ് തേങ്ങുന്നത് ആർക്കും മനസ്സിലായില്ലെങ്കിലും എബിക്ക് കേൾക്കാനാവും. ഒരിറ്റുപോലും ഭാവം മാറാതെ തങ്ങളെ നോക്കി നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന പ്രണവിനോട് അവൻ എന്തെന്നില്ലാത്ത സ്നേഹം തോന്നും. എബിയുടേതാണ് വജ്രയെന്ന് പൂർണ്ണ മനസ്സോടെയാണ് നീ പറഞ്ഞതെന്ന് എനിക്കറിയാം പ്രണവ്. നീ എന്നെ അവളെ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ, അതും എനിക്കറിയാം. എന്നാ മറ്റൊന്നും കൂടി അറിയാം എനിക്ക്. നിനക്കിനി മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു ജന്മം, അതിൽ ഒരേ ഒരുവൾ മാത്രം. അങ്ങനെയാണ് നീ, ഞാനും അതുപോലെ തന്നെ. പക്ഷേ നിനക്ക് നിന്റെ മുന്നോട്ടുള്ള ജീവിതം അത് തങ്ങൾ മാത്രമുള്ളപ്പോൾ അവനോട് സംസാരിച്ചിരിക്കെ ചോദിക്കണമെന്ന് മനസ്സ് വാശി പിടിച്ചിരുന്ന ആ ചോദ്യം ചോദിച്ചു പോയി. മറുപടിയായവൻ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണം നടച്ചുകൊണ്ട് ബെഡിലേക്ക് ഒന്നുകൂടി ചാഞ്ഞിരുന്നു. നീ പറഞ്ഞ ശരിയാണ് ബി, എനിക്കിനി മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കഴിയില്ല. പറഞ്ഞുകൊണ്ട് തന്നെ നോക്കിയ പ്രണവിനെ കണ്ട് തൊണ്ടയിലേക്ക് എന്തോ വന്നടിഞ്ഞ പോലെ എബിയുടെ ശ്വാസം ഒന്ന് പിടച്ചു. കണ്ണിൽ വേദന തെളിഞ്ഞു. എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ ഉള്ളിൽ അവൾക്ക് വേണ്ടി കരുതി വെക്കുന്ന സ്നേഹം പൊള്ളിക്കുന്നുണ്ട്. തന്നെ മാത്രമല്ലേ എന്നൊരു സ്വാർത്ഥത വേദനയോടെ പൊങ്ങി വരുന്നുണ്ട്. പക്ഷേ പ്രണവിനോട് ഒരു തരി ദേഷ്യവുമില്ല, ഇപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ. എങ്കിലും വജ്ര, അവൾ തനിക്ക് മാത്രമേ ഓർക്കാനേ കഴിയുന്നുള്ളൂ. എബിയുടെ മുഖത്ത് പടർന്ന വേദന കണ്ട് പ്രണവ് മങ്ങിയ ചിരിയോടെ 2-3 നിമിഷം ആ മുഖത്തേക്ക് നോക്കി. എബി, ആർദ്രമായ ആ വിളിയിൽ അലസമായി തെന്നി നീങ്ങിയിരുന്ന കണ്ണുകൾ പ്രണവിന്റെ മുഖത്ത് പതിച്ചു വെച്ചു അവൻ. സങ്കടപ്പെടില്ലടാ, ഒത്തിരി സ്നേഹിച്ചു പോയതല്ലേ ഞാൻ. എൻ്റെ ലോകം തന്നെ അവളായിരുന്നില്ലേ. നീയാണ് അവൾക്ക് വേണ്ടി ജനിച്ചെന്ന് വൈകിയാണ് മനസ്സ് ഉൾക്കൊണ്ട് ആ നിമിഷം പറിച്ചു മാറ്റി ഞാൻ. സത്യമായിട്ട് എനിക്ക് വിഷമമില്ലപ്പോൾ. കാരണം നീ നീയില്ലാതെ എത്ര സന്തോഷങ്ങൾ, എത്ര നിധികൾ കൊണ്ടുകൊടുത്താലും, ആകാശത്തോളം സ്നേഹം കൊടുത്താലും അവളുടെ ഉള്ളിൽ അതൊരു മണ്ണിൻ്റെ തരിയോളം പോലും സന്തോഷം നിറയ്ക്കില്ലെന്ന് ഓരോ നിമിഷം അറിഞ്ഞാണ് ഞാൻ. അവളുടെ നീ എന്ന സന്തോഷം ഇപ്പോൾ എനിക്കെത്ര പ്രിയപ്പെട്ടാണെന്ന് എനിക്ക് പറയില്ലേ ബി. ഒന്നുകൂടി പറയാ,
അവൾ നീയും സന്തോഷത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ ജീവിക്കുന്ന കാണാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കിനി മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ അതിനകത്ത് ഞാൻ അവളെ ഇപ്പോഴും കാത്തിരിക്കുന്നു എന്നല്ല, പറിച്ചു മാറ്റിയെങ്കിലും ആ സ്ഥാനം ഇനി ഒരാൾക്ക് നൽകാൻ എനിക്ക് കഴിയാത്തതുകൊണ്ടാണ്. അതെൻ്റെ മനസ്സിൻ്റെ പിടിവാശി തന്നെയാണ്. അതിലിനി ഒരു സംസാരം പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ലേ ബി. ബഷീർ, നീ ഈ കാര്യത്തിൽ എന്നെ കമ്പൽ ചെയ്താൽ ഞാൻ ഒരിക്കലും ഇല്ലാണ്ടാവും. ഈ കാര്യത്തിൽ എൻ്റെ വഴിക്ക് വിട്ടേക്കണടാ. ഒത്തിരി നോവ് എനിക്ക്. കണ്ണു നിറച്ച് പ്രണവ് പറയുന്നേട്ട് ഹൃദയഭാരത്തോടെ വേദനയൊക്കെ മറന്ന് വേച്ചാണെങ്കിലും എബി നടന്നിരുന്ന ബെഡിലേക്കിരുന്ന് പ്രണവിന്റെ വലം കൈയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് തുളുമ്പി നിൽക്കുന്ന എബിയുടെ കണ്ണുകൾ പതിയെ വിരലമർത്തി തുടച്ച് അവന്റെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ച് ചിരിയോടാകുന്ന മുഖത്തേക്ക് നോക്കി പ്രണവ്. പിന്നെ എന്റെ ഭാവി ആർത്തോഗതിയിൽ പറഞ്ഞു നിർത്തി അവൻ ചിരിച്ചു. വജ്രയുടെ സ്വപ്നമുണ്ടല്ലോ, നിന്നോട് പറഞ്ഞിരുന്നത്. സ്റ്റാർട്ടപ്പിൽ തുടങ്ങിയ സിസ്റ്റം സെയിൽസ് ഒക്കെ ആയിട്ട് പിന്നെ അതൊരു ഓൾറൗണ്ടർ ഫെയിം ആക്കി മാറ്റുന്നു. അതിൽ അവൾക്കൊപ്പം ഞാനും പക്ഷേ ഉണ്ടാവും. പിന്നെയുള്ള ഭാവി അത് മുത്തശ്ശന്റെ 2ാം പ്രവചനം കൂടി തെറ്റിക്കേണ്ട ഘട്ടം. അതായത് തറവാടിന് അനന്തരാവകാശം ഇല്ലാതെ അന്യം നിന്നു പോകുമെന്ന് പറയുന്ന ഘട്ടം. അതും ഞാൻ തെറ്റിക്കും എബി. എൻ്റെ ജീവാംശമായി ഒരു കുഞ്ഞ് ജനിക്കും. എബി ഞെട്ടി ചോദ്യഭാഗത്തോടെ നോക്കുന്നുണ്ട്. അവനൊന്ന് കൺസിമി ചിരിച്ചു. അതെ, അതുതന്നെ. എത്രയോ ആളുകൾ ആ വഴി സ്വീകരിച്ചിട്ടില്ലേ? അതുപോലെ എൻ്റെ കുഞ്ഞിനായി ഏതെങ്കിലും ഒരു ഗർഭപാത്രം ഒരുങ്ങും. ആ കുഞ്ഞിന് അമ്മയും അച്ഛനെയും ഞാൻ മാത്രമായിരിക്കും. എനിക്ക് മാത്രം അവകാശമുള്ള എൻ്റെ കുഞ്ഞ്, ഞങ്ങളുടെ തറവാടിൻ്റെ അനന്തരാവകാശി. തിളങ്ങുന്ന കണ്ണുകളോടെ നിറഞ്ഞ ആവേശത്തോടെ പറഞ്ഞ് തൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിരിക്കുന്ന പ്രണവിനെ നോക്കി ഇനിയും മാറാത്ത ഞെട്ടലോടെ അന്താളിച്ചിരിക്കുകയായിരുന്നു എബി അപ്പോഴും. നീ ഇതെന്തൊക്കെയാ പ്രണവ് പറയുന്നത്? നിന്റെ മുത്തശ്ശനോ മറ്റുള്ളവരെന്തൊക്കെ സമ്മതിക്കോ? എനിക്കിത് കേട്ടിട്ടും സങ്കടവും നിസ്സായതും നിറഞ്ഞിരിക്കായിരുന്നു എബിയുടെ കണ്ണിലും ഭാവത്തിലും. പ്രണവിന്റെ ജീവിതം എത്രയൊക്കെ അവന് നിർബന്ധിക്കില്ലെന്ന് വാക്കുകൊടുത്താലും അവനെ ജീവനെ പോലെ സ്നേഹിക്കാൻ, അവന് സ്നേഹിക്കാൻ ഒരു പെൺകുട്ടി വരുന്നതിന് വേണ്ടി മനസ്സുകൊണ്ട് അത്രയേറെ കൊതിക്കുന്നുണ്ട്. ഇങ്ങനെയൊന്ന് കേട്ട് നെഞ്ചിലാകെ പടരുന്ന വിറയലും വേദനയും അവളിൽ നിന്നും മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും സമ്മതിക്കും, അല്ലാതെ അവർക്ക് മറ്റൊരു വഴിയുമില്ല. ഞാനിത് തീരുമാനിച്ചുറപ്പിച്ചതാണ് എബി. ഇതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ വർഷങ്ങൾ കിടക്കുകയല്ലേ മുന്നോട്ട്. ഇനിയും അവരുടെ മനസ്സ് പാകപ്പെടാൻ സമയം ധാരാളമുണ്ട്. പിന്നെ ഇതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ആദ്യം നമുക്ക് നമ്മുടെ കോഴ്സ് അടിച്ചു പൊളിച്ച് കംപ്ലീറ്റ് ആക്കുക, പിന്നെ ജോലി. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. നൗ ജസ്റ്റ് ലീവ് ദാറ്റ് ഓൾ കോംപ്ലിക്കേഷൻസ്. ചിയർ അപ്പ് മൈ ഡിയർ ബ്രോ. വലിയൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അന്നത്തെ ആ ദിവസത്തിൽ നിന്ന് മനസ്സിനെ തിരികെ എടുത്ത് ചിത്രയുടെ മടിയിലേക്ക് മുഖം ചിരിച്ചു വെച്ചവൻ അപ്പുറത്ത് അതുപോലെ അമ്മയുടെ മടിയിൽ തനിക്ക് നേരെ പുഞ്ചിരിച്ചിടക്കുന്ന പ്രണവിനെ നോക്കി. ഇന്നേക്ക് മറ്റൊരു 5 ദിവസങ്ങൾ കൂടി പൂർത്തിയായിരിക്കുന്നു. ഇനിയും ഒരു 4 ദിവസങ്ങൾക്കപ്പുറം ആശുപത്രി വിടുകയാണ്. സകല വ്യതകൾക്കും ആശങ്കകൾക്കും അപ്പുറം എല്ലാ സമസ്യകളും അവസാനിച്ച് ആഗ്രഹിച്ച സന്തോഷിച്ച നിമിഷങ്ങളിലേക്ക് ഇറങ്ങി ഇനിയുള്ള ജീവിതം ആഘോഷമാക്കാൻ തയ്യാറായി എബിയും വജ്രയും ബഷീറും ഒക്കെ ഒരുങ്ങി തുടങ്ങുമ്പോൾ പ്രണവിന് മനസ്സ് സ്വസ്ഥമായതിൻ്റെ ശാന്തമായതിൻ്റെയൊക്കെ സമാധാനമായിരുന്നു. നെഞ്ചിൻ കൂട്ടിൽ ഏതോ ഗർത്തത്തിൽ വജ്രയോടുള്ള ഇഷ്ടം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഒരിക്കലും അതില്ലാതാവില്ലെന്നത് പരമമായ സത്യമാണ്. പ്രണയമെന്നതിനെ ഇനി വിശേഷിപ്പിക്കാൻ കഴിയില്ലെന്നതാണ് അതിനേക്കാൾ വലിയ സത്യം. സ്നേഹം, അങ്ങേയറ്റത്തെ നിറഞ്ഞ സ്നേഹം. ആ സ്റ്റേജിലേക്ക് ആരാലും നിർബന്ധിക്കപ്പെടാതെ, ആരാലും ശാസിക്കപ്പെടാതെ തന്നെ മനസ്സെത്തി നിൽക്കുന്നു എന്ന സുഖം. അതാണ് പ്രണവിന്റെ ശാന്തമായ പുഞ്ചിരിക്ക് പുറകിലിപ്പോൾ. എബിക്കും ബഷീറിനും ആ ചിരിയോട് 10 മടങ്ങ് സ്നേഹമാണിപ്പോൾ. ബാലിശമായതും അല്ലാത്തതുമായ വാശിയും ദേഷ്യവും നിർബന്ധ ബുദ്ധിയും വേരോട് അറുത്തുകളഞ്ഞ കറകളഞ്ഞ മനസ്സിനുടമയായ പ്രണവ്. ഇതിനൊപ്പം കാലം ഒരു മാജിക്കുകാരനാണെന്ന് അടിവരയിട്ട് പറയാൻ മാത്രം മറ്റു ചില കൂടിച്ചേരലുകൾ കൂടി നടക്കാൻ പോവുകയാണ്. അപ്പൊ ഒരിതുവരെ വന്നില്ലേ? ക്യാൻറ്റീനിൽ നിന്നും മടങ്ങി വന്ന് റൂമിലേക്ക് കയറിയതും ബഷീറിനെ നെറ്റി വിളിച്ചുള്ള നിരാശമുറ്റിയ ചോദ്യം കേട്ട് കൂടെയുണ്ടായിരുന്ന വജ്ര അവനെ ആകെ മൊത്തമായി നോക്കിയ ശേഷം സംശയത്തോടെ എബിയുടെയും പ്രണവിന്റെയും നേരെ ദൃഷ്ടി തിരിച്ചു. എബിയുടെ മുഖത്തൊരു കുസൃതിയുണ്ട്. പ്രണവിന് സംശയഭാവമാണ്. മാത്യൂസും പ്രണവിന്റെ അച്ഛനും കൂടി അവർക്ക് അരിയിലുണ്ട്. 4 പേരും കൂടി ക്യാൻറ്റീനിലേക്ക് അല്പം മുമ്പാണ് പോയത്. എന്നുമില്ലാത്തൊരു ധൃതി കാണിച്ച ബഷീറിനെ ക്യാൻറ്റീനിൽ വെച്ച് നന്നായി പഠിക്കും പോലെ നോക്കി നിന്നപ്പോൾ എന്താടി എന്നവന്റെ മുരണ്ടുകൊണ്ടുള്ള ചോദ്യം കേട്ടപ്പോഴേ കാര്യമായിട്ടെന്തോ മനസ്സിൽ നിന്ന് വരാനുണ്ടെന്ന് ഹിന്റ് കിട്ടിയതാണ്. ഇപ്പൊ റൂമിലെത്തിയുടൻ അവൻ ചോദിച്ച ചോദ്യം കേട്ട് ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ മണക്കുന്നു. വിസിറ്റേഴ്സ് 1 മണിക്കൂറുകളിലൊന്നും പപ്പയുടെ കുഞ്ഞളീനെ അറിയുന്നല്ലേ? ഇവരെന്താണ് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ? എളിക്ക് കൈകുത്തി വാച്ചിലേക്ക് നോക്കി അക്ഷമയോടെ പറഞ്ഞ് മാത്യൂസിന്റെ നേർക്ക് നോക്കിയതും ഇവൻ ഇത് എന്തു പറ്റിയെന്ന് ആകമത്തൊഴിഞ്ഞു നോക്കുന്ന അയാളെ കണ്ടാണ് താൻ കാണിച്ച ധൃതിയും മുഖഭാവം ബഷീർ ചമലോടെ ഞെട്ടി ഓർത്തെടുത്തത്. ജാളിതയോടെ എല്ലാവരെയും ഒന്ന് ഇളിച്ചു കാണിച്ച് അവൻ എബിക്കടുത്തേക്ക് വന്നു നിന്നു. അല്ല, വർഷങ്ങൾ നീണ്ട പിണക്കം മാറി ചിത്രാമ്മയുടെ അപ്പച്ചി വരുന്ന കാത്ത് ചിത്രാമ്മ എത്ര നേരമായി കാത്തിരിക്കുന്ന. നാളെ അവരവരുടെ ചികിത്സ പോവുകയല്ലേ? ഇന്നിപ്പോ കണ്ടില്ലേ, പിന്നെ കുറച്ച് കഴിയണ്ടേ? അതാ ഞാൻ അലേബി
ചമ്മലൊതുക്കി വെച്ച് ഒരുവിധം പറഞ്ഞു പൂർത്തിയാക്കിയ ബിയെ നോക്കി ഇളിച്ചു കാണിച്ച ബഷീറിനെ കണ്ണുകൂർപ്പിച്ച് നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് കയ്യമൃത്തി ഒന്ന് പിടിച്ചു ഞെരിച്ചു. ബഷീർ പല്ലു കടിച്ച് പിടിച്ച് വേദന സഹിച്ച് കണ്ണുറുക്കി. ഇരുവരുടെയും കളികൾ കണ്ട് വജ്രയും പ്രണവും പരസ്പരം നോക്കി. ശേഷം കണ്ണുറുപ്പിച്ച് രണ്ടിനെയും നോക്കി. പിന്നല്ലേ പപ്പയുടെ ചിത്തുവിന്റെ കാര്യത്തിൽ എന്റെ ബഷീറിനോളം ശ്രദ്ധയും സ്നേഹം വേറെ ആർക്കും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇവന് ആത്മാർത്ഥ അത്രക്കങ്ങ് അസ്ഥിക്ക് പിടിച്ചു ഇല്ലടാ പൂത്തേടത്ത് റഹ്മാൻ സാഹിബിന്റെ മോൻ ബഷീറേ. ചോദ്യത്തിലെ ദ്വയാർത്ഥം മനസ്സിലായതുപോലെ നാണ അഭിനയിച്ച ഇളിയോടെ കണ്ണ് രണ്ടും അടച്ച് ചുണ്ടുകൾ വായിലേക്ക് മടക്കി പിടിച്ച് തലയനക്കുന്നുണ്ട്. എബി ചിരി ഒതുക്കി പിടിക്കുമ്പോൾ വജ്രയും പ്രണവും വല്ലാത്ത സംശയത്തോടെ പിന്നെയും പരസ്പരം നോക്കി. ആ ഞാനും എൻ്റെ മോനെ അത്രയ്ക്ക് സ്നേഹ, നിനക്കൊക്കെ അസൂയാണെങ്കിലേ കണ്ണും കാതും പൊട്ടിയിരുന്നോ? മാത്യൂസും ചിരിയോടെ ബഷീറിനെ ചേർത്ത് പിടിച്ച് നെറുകിൽ മുത്തി. ബഷീറിന്റെ ചങ്കിലേക്ക് ഹൃദയത്തിൽ കനത്തിരുന്ന സ്നേഹം വന്ന് തട്ടി നിന്നു. പുഞ്ചിരിയോടെ മാത്യൂസിനെയും ചിത്രയും നോക്കി ഇരുവരുടെയും നെറ്റിയിൽ ചുണ്ട് ചേർത്തു. കണ്ടു നിന്ന എബിയടക്കം എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. കുശുമ്പൂത്തി നോക്കുന്ന പ്രണവിനെ കണ്ട് എബി കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് സാവധാനം ചൂടുവെച്ച് പ്രണവിനരികിലേക്ക് വന്നിരുന്നു. അവനെ ചാക്കിട്ട് കുടിക്കണം എൻ്റെ അമ്മേനെ, നമുക്ക് നല്ലൊരു പണി കൊടുക്കാം, നീ വിഷമിക്കാതെ. വജ്രയെ കൂടി നോക്കിയാണ് എബി അത് പറഞ്ഞ് ചിരിച്ച്. സത്യം എന്തോ ഒരു ഇടക്കല്ലേ, പൊട്ടം കടിച്ച പോലെ ധൃതി. വജ്ര ബെഡിനരികിലേക്ക് വന്നിന്ന് ഇരുവർക്കും മാത്രം കേൾക്കാൻ പാകത്തിൽ ചെവിക്കരികിലേക്ക് മുഖം താഴ്ത്തി പറഞ്ഞപ്പോൾ എബി വീണ്ടും കുസൃതി ചിരിച്ചു. മാത്യൂസും ചിത്രയും പ്രണവിന്റെ അച്ഛനും അമ്മയും പാത്തുവിന്റെ കല്യാണക്കാരും ബഷീറിനോട് ചോദിച്ചറിയായിരുന്നു ആ നേരം. അപ്പോൾ ഇടയ്ക്കിടെ അവന്റെ കണ്ണുകൾ വാതിലേക്കും വാശിലേക്കും എത്തി നോക്കി മാറുന്നുണ്ട്. ചെക്കനും മതമൈത്രി കുടുംബം ഉണ്ടാക്കുന്നത് അതിന്റെ ചെറുടോലിയിൽപ്പെട്ടതാ ഈ ഇളക്കം. പതിയെ ശബ്ദം കുറച്ച് പറയുമ്പോഴേക്കും ബഷീർ അരിയിലെത്തിയിരുന്നു. അമ്മമാർ രണ്ടുപേരും സംസാരത്തിലാണ്. മാത്യൂസിന് കോൾ വന്നിട്ട് പുറത്തേക്ക് നടന്നു. പ്രണവിന്റെ അച്ഛനും ഫോണിലെന്തോ നോക്കുകയാണ്. എബി പറഞ്ഞു കേട്ടതും ഇപ്പോൾ ബഷീർ കാണിക്കുന്ന ധൃതിയക്ഷമയും കണക്ട് ചെയ്ത് വജ്രയും പ്രണവും ചിന്തിച്ച് നോക്കിയതും രണ്ടിന്റെയും കണ്ണുകൾ മിഴിഞ്ഞു. വരാൻ പോകുന്ന ചിത്രാമ്മയുടെ ഫാമിലി, അതിലിപ്പോ വജ്ര പകപ്പോടെ ആലോചിച്ചു തുടങ്ങിയും പ്രണവ് മനസ്സിലായതുപോലെ ഞെട്ടി ഒരിക്കൽ കൂടി കണ്ണു മിഴിച്ച് ചിരി ഒതുക്കി പിടിച്ചേക്കുന്ന ബഷീറിനെ എബിയെയും നോക്കി. എന്റെ ഭഗവാനെ, സ്വാതിയോ? ആദിത്യനങ്ങളുടെ? ആർക്കും നാലുപേർക്കും കേൾക്കാൻ പാകത്തിൽ ഞെട്ടലോടെ പ്രണവ് പറഞ്ഞതും വജ്ര കണ്ണുവിടർത്തി അറിയാതെ അവിടെ വായുവത്തി ബഷീറിനെ നോക്കി. 1-2 നിമിഷങ്ങൾക്ക് ശേഷം ആ പകപ്പിൽ നിന്നുകൊണ്ട് അവൾ ചിരിച്ചു തുടങ്ങി. എന്റെ പൊന്നു ബഷി, നിനക്ക് ഭ്രാന്തായോ? എൻ്റെ അമ്മയെ ഓർത്തിട്ട് എനിക്ക് തല ചുറ്റുക. ഉപ്പയും നിന്റെ കൂടെ നിൽക്കും, പക്ഷെ ജില്ല നടക്കാൻ പറ്റുന്ന എത്രയുള്ള നിന്റെ ആ കുടുംബക്കാര്. എൻ്റെ അമ്മ, യുദ്ധം നടക്കും, യുദ്ധം. അതൊക്കെ പോട്ടെ, ആ കുട്ടി സ്വാതി ചിത്രാമ്മയുടെ അമ്മച്ചിയുടെ പെറ്റാണെന്നല്ലേ അറിഞ്ഞ്? ആരും വളർത്തിയ കുട്ടിയാ, അതിന് നിന്നെ അംഗീകരിക്കാൻ വജ്ര പറഞ്ഞു പൂർത്തിയാകും മുമ്പേ ചിത്രയുടെ മാരിക്കൽ ഫാമിലി റൂമിലേക്ക് കടന്നു വന്നിരുന്നു. 4 പേരും ആ നിമിഷം ഉറ്റുനോക്കിയ ചിത്രയാണ്. ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടുനടക്കുന്ന ഭാരമത്രയും ആ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അവർ 4 പേരും ആ കണ്ണുകളിൽ നിന്ന് ഓട്ടം മാറ്റി മുന്നിലേക്ക് നോക്കി. ക്ഷീണമേറിയ കണ്ണുകളിൽ തുളുമ്പി നിൽക്കുന്ന കണ്ണീരോടെ ആദിത്യന്റെ കൈ പിടിച്ചു നിൽക്കുന്ന 60ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന അവശ്യയായ ഒരു സ്ത്രീ രൂപം. അപ്പുറം കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രയുടെ അച്ഛൻ, പുറകിലായി 3 ഏട്ടന്മാരും. അവരുടെയും കണ്ണുകൾ വിങ്ങി നിൽക്കുന്നുണ്ട്. ചിത്തു. വീടർച്ചയോടെയുള്ള അപ്പച്ചിയുടെ ആ വിളി കേട്ടതും കാറ്റുപോലെ ഓടിപ്പോയി ചിത്രവരെ കെട്ടിപ്പുറന്നു. എല്ലാവരുടെയും കണ്ണുകൾ പെയ്തു തുടങ്ങിയിരുന്നു. നാളെ പോവാ മോളെ ട്രീറ്റ്മെന്റിന്. ഇനി എത്ര നാളുകൾ കഴിയണം നിന്നെ ഒന്ന് കാണാൻ. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ദൈവം പരീക്ഷിക്കാൻ തുടങ്ങി. ഈ മഹാഭാവിയോട് ക്ഷമിക്കാൻ കഴിയും എൻ്റെ മോൾക്ക്. മറുപടിയായി ആ നെറുകയിൽ ചുണ്ടമർത്തി പൊട്ടിക്കരയാണ് ചിത്ര ചെയ്ത്. എബിക്കത് കാണാൻ കഴിയുമായിരുന്നില്ല. അമ്മേ. വേദനയോടെയുള്ള അവന്റെ വിളി കേട്ടപ്പോഴാണ് മാളിയേക്കൽ കുടുംബം നാഗ ബോധത്തിലേക്ക് വന്നത്. ചിത്രയുടെ അച്ഛൻ അവളുടെ തോളിൽ കൈവച്ചതും ആ കൈ കൂട്ടിപ്പിടിച്ച് വീണ്ടും അവൾ കരഞ്ഞു. ഉള്ളിൽ പൊതിഞ്ഞടന്നിരുന്ന സങ്കടമൊക്കെയും കരഞ്ഞീർക്കട്ടെ എന്ന് പ്രണവ് എബിയുടെ കാതിലായി പറഞ്ഞതും മൂളിക്കൊണ്ടവൻ തലതാഴ്ത്തിയിരുന്നു. അവന്റെ ഇരുചുമലിലും ബഷിയുടെയും പ്രണവിന്റെയും കൈ പതിഞ്ഞു. വജ്ര കൈവിരലിൽ കോർത്ത് പിടിച്ചുകൊണ്ട് കണ്ണു നിറച്ച് തല കുമ്പിട്ടിരിക്കുന്നവനോട് സങ്കടപ്പെടലേ എന്ന് കണ്ണു നിറച്ചുകൊണ്ട് മുഖം ചലിപ്പിച്ചു. ഏട്ടന്മാരുടെയും അപ്പച്ചിയുടെയും അച്ഛന്മാരുടെയൊക്കെ മാപ്പപേക്ഷയിലും കരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്യൂസ് എവിടെ പോയെന്ന് വേവലാതിയോടെ അവൾ നോക്കിയത്. അച്ഛാ, അപ്പച്ചി ഒരു മിനിറ്റ്. കണ്ണു നിറച്ച് ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആദിത്യനെ കൂടി നോക്കി തേങ്ങി ചിരിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ധൃതിയിൽ നടന്നു. കോറിഡോറിന്റെ അങ്ങേ തലക്കിൽ നിന്ന് ഫോണിൽ സംസാരിച്ചിരുന്ന മാത്യൂസിന്റെ അരിയിലേക്ക് ചിത്ര ഓടി. എന്താ ചെയ്തു? കിതച്ചു നിൽക്കുന്ന അവളെയും നിറഞ്ഞ കണ്ണുകളെയും നോക്കി പരിഭ്രമിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് ചോദിച്ചതും ആ കൈ പിടിച്ചു വലിച്ച് റൂമിലേക്ക് അതിവേഗം നടന്നു അവൾ. അപ്പച്ചി, അച്ഛ, ഏട്ടാ, ആദി, എൻ്റെ എല്ലാ സങ്കടങ്ങൾക്കുള്ള മരുന്നാണ് ഈ മനുഷ്യൻ. എൻ്റെ ജീവനും ജീവിതക്കായ എൻ്റെ ഇച്ഛായൻ.
അദ്ദേഹത്തെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്നേഹം പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയൂ. പറപ്പച്ചി, തേവക്കൽ മാത്യൂസിന് നിങ്ങൾക്കുള്ളിൽ സ്നേഹം കൊണ്ട് തീർത്തൊരു സ്ഥാനമുണ്ടോ ഇപ്പോൾ? ഇദ്ദേഹത്തിന് കൂടി കൊടുക്കാൻ സ്നേഹവും വാത്സല്യം ഉണ്ടോ ആ നെഞ്ചിൽ? മാത്യൂസ് നെഞ്ചിനകത്ത് തുളുമ്പി തിളങ്ങുന്ന സ്നേഹവും പ്രണയവും കണ്ണിലേക്ക് എടുത്തു വെച്ച് ആളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിറകണ്ണുകളോട് അവളെ തന്നെ നോക്കി. എബിയുടെയും മറ്റുള്ളവരുടെയും ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു. ഒരു കൈ കൊണ്ട് ആദിത്യന്റെ കയ്യിൽ അമർത്തി പിടിച്ച് മറുകൈയിൽ ചിത്രയുടെ അച്ഛന്റെ കൈയും പിടിച്ച് ചിത്രയുടെയും അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മാത്യൂസിന്റെയും മുന്നിലേക്ക് അപ്പച്ചി പതിയെ നടന്നു വന്നു. ആദിയിൽ നിന്നും സ്വന്തം ആംഗിളിൽ നിന്നും കൈയെടുത്ത് വിറയാർന്ന ആ വിരലുകൾ കൊണ്ട് മാത്യൂസിന്റെ കൈ പിടിച്ച് മുഖം താഴ്ത്തിച്ചു അവർ. എന്റെ മോൻ തന്നെയല്ലേ, എന്നിൽ പിറക്കാതെ പോയ എന്റെ മോൻ. അത്രയും പറഞ്ഞുകൊണ്ടവർ ആ മുഖത്ത് അമർത്തി പിടിച്ച് നെറ്റിയിൽ ചുണ്ടി ചേർത്ത് വിതുമ്പി. മാത്യൂസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നോട് പൊറുക്കണേ മോനെ, വാശിയായിരുന്നു എനിക്ക് നിന്റെ അപ്പച്ചനോട്. എന്നെ നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെയുള്ള വാശി, ദേഷ്യം, പിന്നെ അത് പകയായി. കാരണം ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക്. ചിലമ്പിച്ചു പോയിരുന്ന അവരുടെ ശബ്ദം മാത്യൂസ് അവരെ മനസ്സറിഞ്ഞ് നോക്കിക്കൊണ്ട് കെട്ടിപ്പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.